ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും കലത്തപ്പം ശരിയാകുന്നില്ലേ? പല റെസിപ്പികൾ പല രീതിയിൽ മാറി മാറി ചെയ്ത് നോക്കിയവരാകും നിങ്ങൾ. എന്നിട്ടും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വളരെ സിമ്പിളായിട്ട് വലിച്ചു നീട്ടാതെ 10 മിനിറ്റിനുള്ളിലാണ് കേട്ടോ ഈ വീഡിയോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. കലത്തപ്പം തയ്യാറാക്കാനായിട്ട് കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകളുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കണം. അത് ഈ വീഡിയോയിൽ ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കുക്കറൊന്നും ഉപയോഗിക്കാതെയാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആരെടുത്ത കലത്തപ്പം തന്നെ തയ്യാറാക്കി എടുക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. കലത്തപ്പം തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ പച്ചരി ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അരിപ്പൊടി ഉപയോഗിച്ച് നമുക്ക് കലത്തപ്പം തയ്യാറാക്കാം. അതിൻ്റെ റെസിപ്പി മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന പച്ചരി എന്ന് പറയുന്നത് 2 കപ്പാണ്. അത് തലേന്ന് രാത്രി കുതിർത്ത് വെച്ചിട്ടുള്ള പച്ചരിയാണ്. തലേന്ന് രാത്രി കുതിർത്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എത്രയും കുതിരുന്നോ അത്രയും സോഫ്റ്റും ടേസ്റ്റും കൂടും നമ്മുടെ ഈ ഒരു കലത്തപ്പത്തിന്. അതുപോലെ നല്ല ആരെടുത്ത് വരാനുള്ള ചാൻസും കൂടും. നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം കുതിർക്കാനായിട്ട്. കുതിർത്ത പച്ചരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ചോറ്. ഞാനിവിടെ മട്ടാരിൻ്റെ ചോറാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. പൊന്നിയാരാണെങ്കിൽ 1/2 കപ്പ് വരെ എടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് അരിക്ക് 1 ടീസ്പൂൺ ജീരകം എന്ന അളവിൽ 2 ടീസ്പൂൺ ജീരകവും വലിയ 5 ഏലക്കയും ചേർക്കാം. 1 കപ്പ് വെള്ളം കേട്ടോ. ഞാനിപ്പോൾ 2 കപ്പ് അരിയല്ലേ എടുത്തത്, അതിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ അളവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചൊരു പാത്രത്തിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് കഴുകിയെടുക്കാം. മൊത്തത്തിൽ 1/4 കപ്പ് വെള്ളമാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു രീതിയിലായിരിക്കണം മാവിൻ്റെ കൺസിസ്റ്റൻസി. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വെള്ളത്തിൻ്റെ അളവും ഇതിൽ ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. അത് 250 ml മെഷർമെൻറ്റ് കപ്പാണ്. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണെങ്കിൽ ആ ഗ്ലാസിൻ്റെ അളവിൽ അളന്നെടുത്താൽ മതി. ഈ മാവിനെ മാറ്റിവെക്കാം. ഇനി നമ്മൾ ഈ കലത്തപ്പം തയ്യാറാക്കാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ശർക്കര ഉരുക്കിയെടുക്കലാണ്. ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ശർക്കര പൊടിച്ചതാണ്. ഇത് ഞാൻ പൊടിച്ച ശർക്കരയായിട്ട് നമുക്ക് തന്നെ വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് ശർക്കരയ്ക്ക് 1/2 കപ്പ് വെള്ളം. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ ശ്രദ്ധിക്കുക. 1 കപ്പ് എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ അച്ചിൻ്റെ കണക്ക് ആണി ശർക്കരേൻ്റെ അളവ് പറയുകയാണെങ്കിൽ 3.5 ആണി വരെ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 4 ആണി ശർക്കര വരെ എടുക്കാം കേട്ടോ. നമ്മുടെ കട്ടിയുള്ള ശർക്കരയില്ലേ, അതാണെങ്കിൽ 4 എണ്ണം വരെ എടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അലിയിച്ചെടുത്താൽ മതി. അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ നന്നായിട്ട് അലിയിച്ചെടുത്തിട്ടുള്ള ശർക്കര അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് നന്നായിട്ട് അലിഞ്ഞു വരണം. ശർക്കര നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ആ ശർക്കര പാനി, ചൂടോടുകൂടിയുള്ള ആ ശർക്കര പാനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു മാവിലേക്ക് തിളച്ച പാടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. അരിച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മാവ് കട്ട കെട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ചൂടോടുകൂടി മാവ് വെന്ത് വരും. അതുകൊണ്ടാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതെല്ലാവർക്കും അറിയുന്നൊരു കാര്യം തന്നെയാണ്. അത് പക്ഷേ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതാണ് കലത്തപ്പത്തിന് അതിൻ്റെ ആരെടുത്ത് വരാനുള്ള പ്രധാനപ്പെട്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കുറച്ച് ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളുപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ബാറ്റർ ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അതാണ് അതിൻ്റെ ആ റെസ്റ്റിംഗ് ടൈമിൽ കുറച്ചൊന്ന് ഫെർമെൻ്റ് ആവുന്നുണ്ട് ഈ ഒരു മാവ്. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 24 സെൻറ്റിമീറ്ററിൻ്റെ കടായി പാനാണ് എടുത്തിരിക്കുന്നത്. അടിഭാഗം കുഴിഞ്ഞ പാനല്ല, വട്ടത്തിലുള്ള പരന്നിട്ടുള്ള പാത്രമാണ് എടുത്തിരിക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ കലത്തപ്പത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയാണ്. അതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ കലത്തപ്പത്തിൻ്റെ ടേസ്റ്റിന്. ഇനി അതിനകത്തോട്ട് ഒരു 4 മുതൽ 5 വരെ ചെറിയുള്ളി, വലിയതാണെങ്കിൽ 4-5 എണ്ണം എടുക്കാം, ചെറുതാണെങ്കിൽ ഒരു 10-15 എണ്ണം എടുക്കണം. അതും കൂടെ ചേർന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഈ ചെറിയുള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വരണം. മൂക്കുമ്പോഴാണ് ആ ടേസ്റ്റ് വരുന്നത്. ചെറിയുള്ളീൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ചെറിയുള്ളി ഒഴിവാക്കാം. പക്ഷേ ഒരു കലത്തപ്പം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആ ചെറിയുള്ളിയുടെ ടേസ്റ്റും തേങ്ങാക്കൊത്തിൻ്റെ ഒക്കെ ടേസ്റ്റാണ് അതിൻ്റെ ആ ഒരു കലത്തപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതൊന്നും ഇല്ലാതെ കലത്തപ്പം ആവുന്നില്ല. നന്നായിട്ട് മൂത്ത് കഴിയുമ്പം ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഓപ്ഷണലാണ്. നെയ്യും കൂടെ ചേർക്കുമ്പോൾ ആ നെയ്യും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും കൂടെ നല്ല ടേസ്റ്റാണ്. നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിന് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്റർ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം. ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇപ്പോൾ തീ ഉണ്ടായിരിക്കേണ്ടത്. നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ആ ടൈമിൽ ബാക്കി വന്നിട്ടുള്ള നമ്മൾ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കാം മുകളിൽ. എന്താണെന്ന് വെച്ചാൽ മുകളിലൊന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിലർ നേരത്തെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്യുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ഇത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നല്ല ഹൈ ഫ്ലെയിമിലാണ് ഉള്ളത് കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം. ഒരു 3-4 മിനിറ്റ് എന്തായാലും ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഫ്ലെയിം ശ്രദ്ധിക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഒരു 2 മിനിറ്റ് തുറന്നിട്ട് നമ്മൾ ഫ്ലെയിമിൽ വെക്കുക. അതിനുശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് അടച്ച് വെക്കണം. അടച്ച് വെച്ചതിന് ശേഷം വീണ്ടും 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. മാവ് ഒഴിക്കുന്ന സമയത്ത് നല്ല ഒച്ച ഉണ്ടാവണം. പിന്നെ അതുമാത്രമല്ല, ഒഴിച്ചു കഴിഞ്ഞ് അപ്പം തന്നെ നിങ്ങൾക്ക് കാണാം സൈഡിലൂടെ നല്ല ബബിൾസ് ആയിട്ട് ഇങ്ങനെ വന്ന് ആര് വരുന്നതായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ആവിയൊക്കെ വന്നു തുടങ്ങും. ഇതിൻ്റെ ഓട്ട അടയ്ക്കാൻ പാടില്ല കേട്ടോ. ഈ ഓട്ട ഇങ്ങനെ തുറന്നിട്ട് തന്നെ ഉണ്ടാവണം.
വേണ്ടിയിട്ടാണ്, ആവി പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഗ്ലാസിൻ്റെ ലിഡാകുമ്പോൾ ഗ്ലാസിൻ്റെ ലിടുമ്പോൾ കാണാൻ പറ്റും വെള്ളത്തിൻ്റെ ആവി ഇങ്ങനെ വരുന്നത്. ആ ടൈം ആകുമ്പോൾ സ്ലോ ഫ്ലെയിമിലേക്ക് വെക്കുക. സ്ലോ ഫ്ലെയിമിൽ 5 മുതൽ 10 മിനിറ്റ് വരെ, 5 മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് അടച്ച് വെക്കാം, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റും കൂടെ വെക്കാം. എന്നിട്ട് നമുക്ക് തുറന്ന് നോക്കി വെന്തിട്ടുണ്ടെങ്കിൽ കുത്തി നോക്കാം. കുത്തി നോക്കുമ്പോൾ ടൂത്ത് പിക്കിൻ്റെ മുകളിൽ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടെന്നാണ് അർത്ഥം. ഒന്ന് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫാക്കി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം. ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടുണ്ടാവും. ഇത് നന്നായിട്ട് ചൂടാറിന് ശേഷം ആണ് നമ്മൾ ഇതിനകത്തുനിന്ന് എടുക്കേണ്ടത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ചൂടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇത് ചൂടാറിന് ശേഷം നമുക്കിങ്ങനെ വിട്ട് കിട്ടുന്നതാണ് കേട്ടോ. കുക്കറിലാകുമ്പോൾ ഇത് വിട്ട് കിട്ടാനൊക്കെ കുറച്ച് നല്ല പ്രയാസമാണ്. എടുക്കുന്നതിനും ഒരു ട്രിക്കൊക്കെ ഉണ്ട് കുക്കറിനാണെങ്കിൽ. ഇതിന് അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കാരണം നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് അടിയിൽ പിടിക്കാത്തോ കാര്യങ്ങളൊന്നുമില്ല. കുക്കറിലാണെങ്കിൽ എങ്ങനെയാണ് കുക്കർ അപ്പോൾ അടിയിൽ പിടിക്കാതെ കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പം ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും പെർഫെക്റ്റും ബെസ്റ്റും ഇത് തന്നെയാണ്. പണ്ട് കാലത്ത് ഇങ്ങനത്തെ പാത്രങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് കുക്കറിനകത്ത് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് കുക്കറപ്പം എന്ന് പേര് വന്നതും. ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ റെസിപ്പിയാണ്. അപ്പോൾ കണ്ടില്ല, അടിയിലൊന്നും പിടിച്ചിട്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് തണുക്കണം. തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചിട്ട് സെർവ് ചെയ്യാം. ഈ കലത്തപ്പത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ആരുകൾ വരണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ, ഒരു വെറുതെ ആയിപ്പോവും. അതുകൊണ്ട് ഞാനിത് ഒരുപാട് തവണ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പലതവണ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മോശമായിട്ട് കൊണ്ട് കളഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പം നന്നായിട്ടില്ല, ഇതുപോലെ ആര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിക്കാനേ പറ്റില്ല കേട്ടോ, കല്ല് പോലെ ഉണ്ടാവും. ഉണ്ടാക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നന്നായിക്കൊള്ളണമെന്നൊന്നുമില്ല. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയത് പ്രാക്ടീസിലൂടെ തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പറേച്ചറാണ്. പിന്നെ മാവ് ഉണ്ടാക്കുമ്പോഴൊന്ന് ശ്രദ്ധിക്കണം. അളവുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അളവുകൾ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആദ്യം ഈ ഒരു അളവിൽ തന്നെ തയ്യാറാക്കി നോക്കുക. പാനിൻ്റെ അളവ് ശ്രദ്ധിക്കുക. 24 സെൻറ്റിമീറ്റർ പാനാണ് എടുത്തിരിക്കുന്നത്. പാനിൻ്റെ വാവട്ടം കുറയുന്നതനുസരിച്ച് നല്ല കട്ടിയുള്ള കലത്തപ്പമായിരിക്കും കിട്ടുന്നത്. അതുപോലെ ടെമ്പറേച്ചറിലും വ്യത്യാസം ഉണ്ടാവും, ടൈമിങ്ങിലും വ്യത്യാസം ഉണ്ടാവും. കണ്ടില്ലേ, ആരെടുത്ത കലത്തപ്പമാണ് കിട്ടിയിരിക്കുന്നത്. വാവട്ടം കുറഞ്ഞിട്ടുള്ള പാത്രമാണെങ്കിൽ ടൈമിങ്ങും കുറച്ചും കൂടെ കൂടുതലായിട്ട് വെക്കേണ്ടി വരും. മാവ് തിക്കായിട്ടാണല്ലോ ഉണ്ടാവുക. അതുകൊണ്ട് നല്ല ആരെടുത്ത കലത്തപ്പമാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. മധുരം കുറച്ച് കുറവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ മധുരം കുറച്ച് കൂട്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക. അത് മുറിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിൻ്റെ ഉൾഭാഗത്ത് നിറയെ ആരുകൾ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റുമാണ് കേട്ടോ. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഈ ഒരു ഇങ്ങനെ ഇതുപോലെ ആര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കഴിക്കാൻ ഒട്ടും കൊള്ളില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, അടിഭാഗം കഴിഞ്ഞിട്ടുണ്ടോ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അടിഭാഗം കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് അടിഭാഗം ഉള്ളത്. ഇത് കുറച്ചൊരു ചൂയായിട്ടാണുള്ളത്. ഇത് ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ടാണ് നമ്മൾ കുക്കറിലാകുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത്. എങ്ങനെയാലും കലത്തപ്പത്തിൻ്റെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് അടിഭാഗം ഒട്ടിയിട്ടിരിക്കും. കുക്കറിനകത്തുനിന്ന് കുക്കറപ്പം വെടിയിച്ചെടുക്കുന്നത് ഒരു ട്രിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പലരും അടി പിടിച്ചു എന്നൊക്കെയാണ് വിചാരിക്കുക. പക്ഷേ അടി പിടിച്ചതല്ല, അതിൻ്റെ ടെക്സ്ചർ അങ്ങനെ തന്നെയാണ്. അതിൻ്റെ അടിഭാഗം നോൺ സ്റ്റിക്കിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കും. അപ്പോൾ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള കലത്തപ്പം നിങ്ങൾക്കും തയ്യാറാക്കി എടുക്കാം. നല്ലോണം പ്രാക്ടീസ് ചെയ്ത് തയ്യാറാക്കിയാൽ മതി. 1-2 തവണ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കണ്ടോ, എല്ലാ പീസും ഒരേപോലെ ആരെടുത്ത് വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഉണ്ടാക്കിയാലും നന്നാവുന്ന റെസിപ്പി തന്നെയാണിത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാല്ലാ റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിലായിട്ടോ അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലോ ഇൻസ്റ്റാഗ്രാം പേജിലോ ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.